ദീപക് തർമ്മ കൂടി നമുക്കൊപ്പം ചേരുന്നു. SKMJ ഹെലിപ്പാഡിനടുത്തു നിന്നാണ് ദീപക് ചേരുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ദീപക് വ്യക്തമാക്കും. ദീപക് പറയൂ, പ്രധാനമന്ത്രിയുടെ സന്ദർശനം അടുത്തു വരുന്നു, എന്തൊക്കെയാണ് സുരക്ഷാ നടപടികൾ? കനത്ത സുരക്ഷ തന്നെയാണല്ലോ കേരള പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹോട്ട്സ്പോട്ടുകളിൽപ്പെട്ട SKN കനത്ത സുരക്ഷയാണ്, അതീവ ജാഗ്രതയാണ് വയനാട്ടിൽ. പ്രത്യേകിച്ചും ദുരന്തമുഖത്താണ് പ്രധാനമന്ത്രി എത്തുന്നത്. മാത്രവുമല്ല, ഈ വയനാട് മേഖല മാവോയിസ്റ്റ് ഹോട്ട്സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ പതിവിൽ കവിഞ്ഞ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ADGP MR അജിത് കുമാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് സുരക്ഷാ ക്രമീകരണം ഒരുക്കിയത്. പ്രധാനമന്ത്രി എയർഫോഴ്സിൻ്റെ B777 വിമാനത്തിൽ കണ്ണൂരിലേക്ക് പുറപ്പെട്ടു. കണ്ണൂരിൽ നിന്നും M17 ഹെലികോപ്റ്ററിലാണ്, സാധാരണഗതിയിൽ ദുരന്തമുഖത്ത് പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ഹെലികോപ്റ്ററിലാണ് കൽപ്പറ്റയിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഹെലിപ്പാഡിനടുത്തേക്ക് എത്തുന്നത്. ഈ ഘട്ടത്തിൽ ADGP MR അജിത് കുമാർ, അദ്ദേഹമാണ് സുരക്ഷാ ക്രമീകരണവും ഈ ദുരന്ത നിവാരണ ഏകോപനവും നടത്തുന്നത്. ADGP MR അജിത് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ, ഏറ്റവും അവസാന മണിക്കൂറുകളിൽ, മിനിറ്റുകളിലാണ് പ്രധാനമന്ത്രി എത്താൻ പോവുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ, ബന്ദോബസ്തുകളെല്ലാം പൂർത്തിയായോ? വളരെ കോംപ്രിഹെൻസീവായിട്ടുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 2500ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിനുവേണ്ടി ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. 12ഓളം SP-മാർ, DIG, IG, അതുകൂടാതെ SPG, പിന്നെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിൻ്റെ 150ഓളം ഉദ്യോഗസ്ഥർ, അതുകൂടാതെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വളരെ വിപുലമായ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുള്ളത്. ഈ വയനാട് പൊതുവെ സുരക്ഷാ ദൃഷ്ടിയിൽ കുറച്ചുകൂടി പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്, മാവോയിസ്റ്റ് എഫക്റ്റഡ് ഓപ്പറേറ്റഡ് ഏരിയ എന്നുള്ള കാര്യം. തീർച്ചയായും അത് ഓൾറെഡി തന്നെ ഞങ്ങളുടെ റഡാറുള്ളതാണ്. ഞങ്ങളുടെ ഏരിയ ഡോമിനേഷൻ ഉള്ള ഏരിയയാണ്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഇനിയിപ്പം ഇന്ന് തെരച്ചിൽ നടക്കുന്നില്ല, നാളെ മുതൽ തെരച്ചിൽ തുടരുമെന്നുള്ളതാണ് മന്ത്രിമാർ അറിയിച്ചത്, മന്ത്രിതല ഉപസമിതിയും. നാളത്തെ തെരച്ചിലിൽ പോലീസും SOGയും ഒക്കെ ഉണ്ടാവും. അങ്ങനെ തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ തിരച്ചിൽ നിർത്തുന്നില്ല. നിരന്തരമായി തിരഞ്ഞ് പരമാവധി അവസാനത്തെ ബോഡിയും എടുത്തതിന് ശേഷം മാത്രമേ തിരച്ചിൽ നടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടായിട്ടുള്ള സിസ്റ്റംസ് ഓൾറെഡി തന്നെ ഇവിടെ പ്ലേസിലാണ്. തിരച്ചിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് NDRFൻ്റെ ടീം പൂർണ്ണമായിട്ട് ഇവിടെ ഉണ്ടാവും, SOG ടീം പൂർണ്ണമായിട്ടുണ്ടാവും, ഫയർഫോഴ്സിൻ്റെ ടീം ഉണ്ടാവും, സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് ഉണ്ടാവും. ഇത് കൂടാതെ ഗവൺമെൻറ് തലത്തിലുള്ള ജനകീയ തെരച്ചിലും പരമാവധി ബോഡീസ് എടുക്കുന്നത് വരെ ആണ് ഉണ്ടാവാൻ സാധ്യത. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇനി കൂടുതലും ബോഡീസ് കിട്ടാനുള്ള സാധ്യത ഡൗൺ സ്ട്രീമാണ്. സൂചിപ്പാറ വെള്ളച്ചാട്ടം തൊട്ട് താഴെ നിലമ്പൂർ വരെ നമുക്ക് മാക്സിമം ബോഡി കിട്ടിയിട്ടുള്ളത്. ആ ഭാഗത്ത് ആണ് നമ്മളിപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇന്നലെയും അവിടെ 4 ബോഡി കിട്ടിയിട്ടുണ്ട്, ഇന്ന് റിക്കവർ ചെയ്യും. അപ്പോൾ ആ ഭാഗത്തും ബോഡി കൂടുതൽ കിട്ടുന്ന പ്രതീക്ഷ. പിന്നെയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഇവിടെ ഡംപ്ഡായിട്ടുള്ള മഡ് ഏരിയയിൽ നിന്നും ഒരുപക്ഷെ കുറച്ചും കൂടെ ഡ്രൈ ആയതിനു ശേഷം, അല്ലെങ്കിൽ വീണ്ടും ഒരുപക്ഷെ നല്ല റെയിൻ വരികയാണെങ്കിൽ ആ മഡ് ഇളകി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനകത്ത് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇന്ന് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഒപ്പം ഇവിടെ വന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് ആദ്യം പോകുന്നത് ബേലിപ്പാലത്തിലേക്കാണ്. എവിടെയാണ് ഇന്നത്തെ യാത്രാ പരിപാടികൾ? എങ്ങനെയാണ്? അദ്ദേഹം ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹം ഏരിയൽ സർവേ നടത്തും. അത് നോക്കിയതിന് ശേഷം അദ്ദേഹം ഇവിടെ ഇറങ്ങിയ ശേഷം നേരെ ദുരന്ത ബാധിത മേഖലകളായ ചുരന്മല, ഹൈസ്കൂൾ ഏരിയാസ്, ആ പരിസരത്താണ് പോകുന്നത്. അത് കഴിഞ്ഞ് ക്യാമ്പിലും ആശുപത്രിയിലേക്കും പോകുന്നുണ്ടെന്ന് കിട്ടും. അതെ, അതിനുശേഷം അദ്ദേഹം ഒരു ദുരന്തബാധിതർ താമസിക്കുന്ന ഒരു ക്യാമ്പിലേക്കും വിംസ് ഹോസ്പിറ്റലിൽ ഇത് പരിക്ക് കിടക്കുന്ന ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെ കാണാനും പോകും. അവിടെ പരിക്കേൽക്കുന്ന കുട്ടിയെ കാണാമെന്ന് കേട്ടു. അതെ, അവിടെ 1-2 സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാരെ അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് കാണുമെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. താങ്ക് യു സാർ, തിരക്കിലാണെന്ന് അറിയാം. ഈ ഘട്ടത്തിലും സഹകരിച്ചതിന് നന്ദി. താങ്ക് യു. SKN വളരെ തിരക്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു ഭാഗത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അന്തിമ പരിശോധന നടത്തുന്നതിനിടയിലാണ് ADGP MR അജിത് കുമാർ നമ്മളോടൊപ്പം ചേർന്നത്. SKN ഏതായാലും പ്രധാനമന്ത്രിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കേരളം വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഇന്ന് പ്രധാനമന്ത്രി, മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായുള്ള യോഗം കലക്ടറേറ്റിൽ നടക്കും. അതിൽ കൃത്യമായി കേരളത്തിൻ്റെ ആവശ്യം പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാനാണ് കേരളം ഒരുങ്ങിയിരിക്കുന്നത്. ഒരു ഡിജിറ്റൽ പ്രസൻറ്റേഷൻ തന്നെ പ്രധാനമന്ത്രിക്ക് മുൻപാകെ അവതരിപ്പിക്കും. അതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചീഫ് സെക്രട്ടറി ചെയ്തിട്ടുമുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മം, താങ്ക് യു MR അജിത് കുമാർ. ADGP ആണ് അദ്ദേഹം. സുരക്ഷയുടെ ക്രമീകരണങ്ങളുടെ തിരക്കിലാണ് അദ്ദേഹം.